Hi all, welcome to Tech BSc. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ AMV എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ സിലബസിലെ AMVയുടെ സിലബസിലെ അവസാനത്തെ 20 മാർക്ക് എന്ന് പറയുന്നത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മളെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്നും മോട്ടോർ വെഹിക്കിൾ ഡ്രൈവ് റെഗുലേഷൻസും അതേപോലെ തന്നെ ടാക്സ് ആക്ഷൻ ആക്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കതിൽ സിലബസിൽ വരുന്നത്. സോ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനോട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഫസ്റ്റ് പറയുന്നത് സിലബസ് പ്രകാരം നമുക്ക് ഫസ്റ്റ് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് നിന്നൊരു 5 മാർക്കും അതോടൊപ്പം തന്നെ ലൈസൻസിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്നൊരു 5 മാർക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഈ ഒരു വർഷം നടന്നിട്ടുള്ള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലോട്ട് നടന്ന ഫോർമാൻ എന്നുള്ള എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ AMVയുടെ സിലബസിന്റെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് നോക്കാം. അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസസ് ക്യാൻ എ പേഴ്സൺ ഡ്രൈവ് എ മോട്ടോർ വെഹിക്കിൾ ഇൻ എ പബ്ലിക് പ്ലേസ് വിത്തൗട്ട് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്? ഓപ്ഷൻ എ മെഡിക്കൽ എമർജൻസി, ഓപ്ഷൻ ബി ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റി, ഓപ്ഷൻ സി ഓൺ വില്ലേജ് റോഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ പറയുന്നതിൽ ഏത് അവസ്ഥയിലാണ്, ഏത് സർക്കംസ്റ്റൻസിലാണ് നമുക്ക് എന്ത് പറയുന്നത്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഒരാൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇത് നോർമലി ഒന്നും പഠിക്കാതെ പോണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഡയറക്റ്റ് ആയിട്ട് ആൻസർ മാർക്ക് ചെയ്യും. എന്ത്? നൺ ഓഫ് ദി എബോവ്, ഒരിക്കലും പറ്റൂല, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ പറ്റൂല എന്നുള്ള മാർക്ക് ചെയ്യും. കുറച്ച് പഠിച്ചു പോകുന്ന ഒരാൾ ഇതൊന്ന് കൺഫ്യൂഷൻ ആവും. കാരണം നമ്മൾ അവിടെ എവിടെയോ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഒക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു ഉപയോഗിക്കാം, പിന്നെ പിന്നീട് RT ഓഫീസിൽ അറിയിച്ചാൽ മതി, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതെന്ന് പറയുന്നത് അപ്പോഴാണ് നമ്മളുടെ എന്ത് വരുന്നത്, ഈ മെഡിക്കൽ എമർജൻസി എന്നുള്ള ഒരു ആൻസറിലോട്ട് നമ്മൾ പോകും. സോ അത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് വിത്തൗട്ട് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ എന്നാണ് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ് ആണ്. പക്ഷെ നമുക്ക് മെഡിക്കൽ എമർജൻസി വരുന്ന സമയങ്ങളിൽ പെർമിറ്റോ രജിസ്ട്രേഷനോ ഇല്ലാത്തൊരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസിന്റെ ആവശ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാഹനം ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം ഒരു ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ അല്ലെ, ഒരു 14 ഡേയ്സിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, RT ഓഫീസിൽ ഇങ്ങനെ വാഹനം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അറിയിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദി അബോവ് ആണ്. അപ്പൊ നിങ്ങൾ തെറ്റിക്കരുത്. കാരണം വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നാ വെക്കുന്നുണ്ടോ, വാലിഡ് പെർമിറ്റ് എന്നോ വാലിഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് RC എന്നോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആൻസർ മാറും. ക്ലിയർ ആണല്ലോ. സോ അക്കോർഡിംഗ് ടു ദി മോട്ടോർ വെഹിക്കിൾ ആക്ട്, a valid driving license is mandatory to drive any vehicle in any public place. No exemption is legally allowed for emergencies or location. ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടോ എമർജൻസി കണ്ടീഷനെ ബേസ് ചെയ്തിട്ടോ ഒന്നും തന്നെ നമുക്ക് ലൈസൻസ് ഇല്ലാത്തൊരു ആള് വാഹനം ഓടിക്കാൻ അധികാരപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് എന്താണ് അത് പറയുന്നത്, ലോല് പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തെറ്റിപ്പോകും. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് ദ ലേണേഴ്സ് ലൈസൻസ് ഹോൾഡർ ക്യാൻ ഡ്രൈവ് എ വെഹിക്കിൾ. ലേണേഴ്സ് ലൈസൻസ് ഹോൾഡർ ക്യാൻ ഡ്രൈവ് എ വെഹിക്കിൾ വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് RT ഓഫീസ്, വിത്തിൻ ദ ഡിസ്ട്രിക്ട് ഓഫ് ദാറ്റ് RT ഓഫീസ്, വിത്തിൻ ദ സ്റ്റേറ്റ് ത്രൂ ഔട്ട് ദി ഇന്ത്യ. നമ്മുടെ ഒരു ലേണേഴ്സ് ലൈസൻസിന്റെ വാലിഡിറ്റി, അതായത് ലേണേഴ്സ് ലൈസൻസുമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ എവിടെയൊക്കെ പറ്റുന്നതാണ്. അതായത് ആ RT ഓഫീസിന്റെ ബൗണ്ടറിയിലേ പറ്റുള്ളൂ, അതോ ഡിസ്ട്രിക്റ്റിൽ മാത്രമേ പറ്റുള്ളൂ, അതോ സ്റ്റേറ്റിൽ മാത്രമാണോ പറ്റുക, അതോ ത്രൂ ഔട്ട് ഇന്ത്യ ഒട്ടാകെ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ എന്താണ്, ത്രൂ ഔട്ട് ഇന്ത്യയാണ്. അതായത് നമുക്കൊരു ലേണേഴ്സ് ലൈസൻസ് ആണെങ്കിലും നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും അല്ലെ, ഇന്ത്യൻ യൂണിയൻ പിന്നെ കേരള സ്റ്റേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ പറയാറുള്ളത്. സോ എന്താണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ ഒട്ടാകെ നമുക്ക് ഇവിടെ ഏത് സ്റ്റേറ്റിൽ നിന്നും ഏത് RT ഓഫീസിന്റെ കീഴിലെടുക്കുന്ന ലൈസൻസ് ആണെങ്കിലും, ഈവൻ ലേണേഴ്സ് ലൈസൻസ് വരെ ആണെങ്കിൽ പോലും അതെന്താണ് എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. ലേണേഴ്സ് ലൈസൻസ് ഇഷ്യൂഡ് ഇൻ അണ്ടർ ദി മോട്ടോർ വെഹിക്കിൾ ആക്ട് ഈസ് വാലിഡ് ത്രൂ ഔട്ട് ദി ഇന്ത്യ പ്രൊവൈഡഡ് ദ ലേണർ ഫോളോസ് കണ്ടീഷൻസ് സച്ച് ആസ് ഡിസ്പ്ലേയിങ് ദ L സൈൻ ബീയിങ് അക്കമ്പനീഡ് ബൈ ദി ലൈസൻസ്ഡ് ഡ്രൈവർ. നമുക്ക് ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ചിട്ട് ഇന്ത്യ ഒട്ടാകെ വാഹനം ഓടിക്കാം. പക്ഷെ അതിൽ കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമ്മളുടെ വാഹനത്തിന്റെ ഫ്രണ്ട് സൈഡിലും റിയർ സൈഡിലും ആയിട്ട് L എന്നുള്ള ഒരു ബോർഡ് വെച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി L ബോർഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, റെഡിലായിരിക്കണം എഴുതേണ്ടത്.
ആ എൽ എഴുതുന്ന സ്ക്വയറിന് മിനിമം 18 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, സ്ക്വയറിൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. 18 × 18 ആയിരിക്കണം. അതേപോലെ എല്ലിന്റെ സൈസും പറയുന്നുണ്ട്, 10 × 9 × 1 എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. എന്ത് വരുന്നത്, ത്രൂ ഔട്ട് ഇന്ത്യ ഒട്ടാകെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ചിട്ട് ഡ്രൈവ് ചെയ്യാം. എൽ ബോർഡ് ഉണ്ടായിരിക്കണം. പ്ലസ് അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം കൂടെ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറും അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് എൽ ബോർഡ് വെച്ചിട്ട് ലേണേഴ്സ് ലൈസൻസ് വെച്ച് ലേണേഴ്സ് ലൈസൻസ് ഉള്ള വേറെ ഒരാളും ഇല്ലാതെ ഡ്രൈവ് ചെയ്യാനുള്ള അവകാശമല്ല. കൂടെ അത് ആ വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ പേഴ്സൺ ഒബ്റ്റൈൻഡ് എ ഡ്രൈവിംഗ് ലൈസൻസ് അറ്റ് ദി ഏജ് ഓഫ് 51 years. ദ വാലിഡിറ്റി ഫോർ ദി ലൈസൻസ് ഈസ് ഫോർ. ഇതെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും കറക്റ്റ് ആയിട്ട് ആ സെക്ഷൻ പഠിക്കുന്ന ആളുകൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് കാണാൻ പറ്റുള്ളൂ. 9 വർഷം പറയുന്നുണ്ട്, 10 വർഷം പറയുന്നുണ്ട്, 9 years, 10 years, 5 years, 3 years. അപ്പോൾ ഒരാൾ ലൈസൻസ് എടുക്കുകയാണ്, എന്താ പറയുക, 51ാമത്തെ വയസ്സിലാണ് ലൈസൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ലൈസൻസിന്റെ വാലിഡിറ്റി എത്ര വർഷത്തേക്കായിരിക്കും എന്നാണ്. അപ്പൊ ഇതിന് നെക്സ്റ്റ് നമുക്ക് ഇതിന് കുറേ അധികം കണ്ടീഷൻസ് പറയുന്നുണ്ട്, കുറച്ചധികം കണ്ടീഷൻസ് പറയും. ഒരു 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്ന ഒരാളുടെ ലൈസൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അയാളുടെ 40 ഏജ് വരെ ആയിരിക്കും, അയാളുടെ 40ാമത്തെ ഏജ് വരെ ആയിരിക്കും അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 30 മുതൽ 50 വരെ എടുക്കുന്ന ഒരാൾക്ക് 10 വർഷത്തേക്കായിരിക്കും അയാളുടെ ലൈസൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇത് അയാളുടെ 40ാമത്തെ വയസ്സ് വരെ ആണ്, ഇത് 10 വർഷത്തേക്കാണ്. ദെൻ നെക്സ്റ്റ് 50 മുതൽ 55 വരെ, 50 മീൻസ് 51 ആണ് കേട്ടോ, ഇവിടെ 31 വരണേ. 51 മുതൽ 55 വരെ വയസ്സ് ലൈസൻസ് എടുക്കുന്ന ഒരാൾക്ക് എന്ന് പറയുന്നത് അയാളുടെ 60ാമത്തെ വയസ്സ് വരെ, അപ് ടു അയാളുടെ 60th 60ാമത്തെ വയസ്സ് വരെ, അയാളുടെ 60ാമത്തെ വയസ്സ് വരെയാണ് വരുന്നത്. ദെൻ 55 എബോവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ 5 വർഷത്തേക്ക് അയാൾക്ക് ഓരോ 5 വർഷത്തേക്കും പുതുക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ ലൈസൻസിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നോർമൽ ആണ്, അതായത് നോൺ ട്രാൻസ്പോർട്ട് ലൈസൻസ് ആണ്, ട്രാൻസ്പോർട്ട് ലൈസൻസ് അല്ല കേട്ടോ. ട്രാൻസ്പോർട്ട് ലൈസൻസ് ആകുമ്പോൾ വീണ്ടും മാറും. സോ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, 51ാമത്തെ വയസ്സിന് എടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ 60ാമത്തെ വയസ്സ് വരെയാണ് അയാൾക്ക് ലൈസൻസ് കിട്ടുക. അപ്പൊ 60ാമത്തെ വയസ്സ് വരെ എന്നുള്ള രീതിയിൽ ഒരു ആൻസർ ഉണ്ടോ നോക്കുക, ഇല്ല. അപ്പൊ നമുക്ക് അയാളുടെ 60ാമത്തെ വയസ്സ് വരെയുള്ള ആൻസർ എത്ര വർഷമാണ് പിന്നീട് വേണ്ടി വരിക, 51 എടുത്താൽ 9 വർഷത്തേക്കാണ് പിന്നെ അയാൾക്ക് ഉണ്ടാവുക അല്ലെ. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. നമുക്ക് ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ടും തരാം, ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒരാളുടെ 22ാമത്തെ വയസ്സ് ലൈസൻസ് എടുക്കുന്നു, അയാൾക്ക് എത്ര വയസ്സ് വരെ അയാൾക്ക് ഓടിക്കാൻ പറ്റും. 40 വയസ്സ് വരെ വേണമെങ്കിൽ ആൻസർ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ അയാൾ എടുത്ത ലൈസൻസ് മുതൽ അയാളുടെ 40 വയസ്സ് വരെ ആകാനുള്ള സമയത്തേക്കും ആൻസർ ഉണ്ടാവും. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എഴുതുക. സോ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ, ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ. അപ്പോൾ 9 years ആണ് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് കേട്ടോ. 9 years ആണ് അതിന്റെ വാലിഡിറ്റി. ഇതാണ് നമ്മളുടെ ഒരു ഡ്രൈവിംഗിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നമ്മൾ പഴയ ലൈസൻസ് ഒക്കെ ആണെങ്കിൽ 20 വർഷം 25 വർഷം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ്, ദ മിനിമം ഏജ് ഓഫ് എ പേഴ്സൺ ഹു ക്യാൻ ഡ്രൈവ് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഇൻ എ പബ്ലിക് പ്ലേസ്. ഒരു പബ്ലിക് പ്ലേസിൽ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള മിനിമം ഏജ് എത്രയാണ് എന്നാണ്. 18, 20, 22 അതേപോലെ തന്നെ 25. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ആവശ്യമായിട്ട് ഒരാൾക്ക് വേണ്ട മിനിമം ഏജ് എന്ന് പറയുന്നത് എത്രയാണ്, 20 years ആണ് അല്ലേ. 20 years ആണ് അതിന്റെ മിനിമം ഏജ് എന്ന്. അപ്പോൾ 4th B ആയിരിക്കും അതിന്റെ 20 വയസ്സായിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫോം നമ്പർ ഈസ് ഷോൺ ഇൻ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്. നമ്മൾ കുറെ അധികം ഫോംസിനെ കുറിച്ച് പഠിക്കാണ്ട് നമുക്ക്. ഫോംസ്, ഡിഫറെന്റ് ഫോംസ്. ഫോം 1A എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഫോം 2 എന്താണ്, ഫോം 3 എന്താണ്, ഫോം 4 എന്താണ്, 4A എന്താണ്, അങ്ങനെ കുറച്ചധികം ഫോംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. സോ അതിൽ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ ലൈസൻസ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഏത് ഫോമിലാണ് കേട്ടോ. ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഏത് ഫോമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോം, ഇഷ്യൂ ചെയ്യുന്ന ഫോം, അങ്ങനെ കുറേ അധികം ഫോം ഉണ്ട്. സോ ഇഷ്യൂ ചെയ്ത ഫോമാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ ഫോം 5 ആണോ, ഫോം 6 ആണോ, ഫോം 7 ആണോ, ഫോം 8 ആണോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫോം 7 ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ട് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ്. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം 7-ലാണ്. ഇതിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഫോം ഉണ്ട്, അതേപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോം ഉണ്ട്, നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഫോം ഉണ്ട്, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഫോം വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫോമുകളൊക്കെ ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഫോമുകൾ, ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കൊടുക്കേണ്ട ഫോം, അങ്ങനെയുള്ള ഫോംസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത്, വിച്ച് ട്രാഫിക് സൈൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ഒക്ടഗണൽ ഷേപ്ഡ് സൈൻ.
അപ്പോൾ ഏത് ട്രാഫിക് സൈനാണ് ഒക്ടഗണൽ ഷേപ്പ് അല്ലേ, ഒക്ടഗണിന്റെ ഷേപ്പുള്ള സൈൻ ഏതാണ് എന്നാണ്. ഷാർപ്പ് ബെൻഡ് ആണോ, സ്റ്റോപ്പ് ആണോ, ടേൺ ലെഫ്റ്റ് ആണോ, ടേൺ റൈറ്റ് ആണോ എന്നുള്ളത്. നമ്മൾ സൈനുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈനുകളുണ്ട്. മാൻഡേറ്ററി സൈൻ, കോഷണറി സൈൻ, ഇൻഫോർമേറ്ററി സൈൻ. അപ്പോൾ അതിൻ്റെ കൗണ്ട് എത്രയാണ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്, മാൻഡേറ്ററിയുടെ ഷേപ്പ്, അതേപോലെ തന്നെ കോഷണറിൻ്റെ ഷേപ്പ്, ഇൻഫോർമേറ്ററിൻ്റെ ഷേപ്പ്, അതിൻ്റെ കളർ കോഡിങ്, അതായത് റെഡ് ആണോ ബ്ലൂ ആണോ അല്ലെ, റെഡ് ബോർഡർ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. സോ ഒക്ടഗണൽ ഷേപ്പിൽ നമുക്കൊരു സൈനേ ഉള്ളൂ, സ്റ്റോപ്പ് സൈനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒക്ടഗണലിൽ വരുന്നത് അല്ലേ. സോ ഓപ്ഷൻ ബി ഉണ്ട്, നമുക്ക് സ്റ്റോപ്പ് ആണ് നമ്മളുടെ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ വരിക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 7th ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് പ്രിയോറിറ്റി ഓഫ് ദി ഫോളോയിങ് എമർജൻസി വെഹിക്കിൾസ്. ഓപ്ഷൻ എ പറയുന്നത് ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ്. ദെൻ ആംബുലൻസ്, ഫയർ സർവീസ്, പോലീസ്, പോലീസ്, ആംബുലൻസ്, ഫയർ ഫോഴ്സ്, പോലീസ്, ഫയർ സർവീസ്, ആംബുലൻസ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതായത് എമർജൻസി വാഹനങ്ങൾ നമുക്കറിയാം. ഈ ഫയർ സർവീസിന്റെ വാഹനം ആയിക്കോട്ടെ, ആംബുലൻസിന്റെ വാഹനം ആയിക്കോട്ടെ, പോലീസിന്റെ വാഹനം ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ എമർജൻസി വെഹിക്കിൾസ് ആണ്. നമ്മൾ പ്രിയോറിറ്റി വെഹിക്കിൾസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, പ്രിയോറിറ്റി ഉള്ള വാഹനങ്ങളാണ് റോഡിൽ. അപ്പൊ ഈ 3 വാഹനം അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു എസെൻഷ്യൽ സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനം എന്നുള്ള രീതിയിൽ വേറൊരു വാഹനം കൂടി കൂട്ടിച്ചേർക്കാം. ഇങ്ങനെയാണെങ്കിൽ 3-4 വാഹനങ്ങൾ ഒന്നിച്ച് റോഡിലോട്ട് ഒരു ജംഗ്ഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു ഏരിയയിലോട്ട് റോഡിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഏത് വാഹനത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്? അതായത് ഓൾറെഡി ഇതെല്ലാം എമർജൻസി വാഹനങ്ങളാണ്, മറ്റു വാഹനങ്ങൾ ഈ വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. പക്ഷേ ഈ ഒരു 3 വാഹനം കൂടി വരുന്ന സമയത്ത് അതിലാർക്കാണ് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് എപ്പോഴും പ്രിയോറിറ്റി വരേണ്ടത് ഫയർ സർവീസ് വാഹനങ്ങൾക്കാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് വരുന്നത് ഫയർ സർവീസ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ആംബുലൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പോലീസ് ആണ്. അതിനുശേഷം എസെൻഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. നമുക്കൊരു എസെൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്നൊരു കലാമിറ്റി ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് അവിടേക്ക് വെള്ളമോ ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫയർ സർവീസ്, സെക്കൻഡ് ആംബുലൻസ്, തേർഡ് പോലീസ്, ഫോർത്ത് എസെൻഷ്യൽ സർവീസിനോട്ടുള്ള വാഹനങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ഓർഡറിൽ വരുന്നത് ഫയർ, ആംബുലൻസ്, പോലീസ് അല്ലേ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ നമുക്കിതിൻ്റെ കറക്റ്റായിട്ട് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ക്ലിയർ ആയി ഉണ്ടാവുമല്ലോ. ഇത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം, തിരിച്ചു മറിച്ചൊക്കെ വരാം കേട്ടോ. അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഫസ്റ്റ് എമർജൻസി വാഹനങ്ങൾ താഴെ പറയുന്നതിൽ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണ് എന്നുള്ള രീതിയിൽ 4 ഓപ്ഷനായിട്ട് ഒന്ന് ഫയർ വരാം, ഒന്ന് ആംബുലൻസ് വരാം, ഒന്ന് പോലീസ് വരാം, ഒന്ന് എസെൻഷ്യൽ സർവീസസ് വെഹിക്കിൾസ് എന്ന് വേണമെങ്കിൽ അങ്ങനെയും വരാം. നമ്മളെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, സ്പീഡ് ലിമിറ്റ് ഓഫ് ടോയിങ് വെഹിക്കിൾ. ഒരു ടോ ചെയ്തു പോകുന്ന വാഹനത്തിന്റെ സ്പീഡ് ലിമിറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 15 km/h ആണോ, 20 km/h ആണോ, 25 km/h ആണോ, 30 km/h ആണോ? ടോ ചെയ്ത് കൊണ്ടുപോകാൻ അറിയാലോ അല്ലേ. നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടുള്ള വാഹനങ്ങളെ നമ്മൾ ടോയിങ് വെഹിക്കിൾ ഉപയോഗിച്ചിട്ട് ടോ ചെയ്ത് കൊണ്ടുപോകും. ടോ ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, അതിന്റെ സ്പീഡ് പഠിക്കണം. എത്രയാണ് അതിന് മാക്സിമം പോകാൻ പറ്റുന്ന സ്പീഡ് എന്ന്. നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ആക്ടിൽ 24 km/h കവിയാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. സോറി, 25 km/h കഴിയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. 25 km/h ആണ് നമുക്ക് എന്താ വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. ഒരു തവണ ഒരു എക്സാമിൽ അല്ല മറ്റൊരു എക്സാമിൽ 24 km എന്ന് ആൻസർ വന്നിരുന്നു. അതായിരുന്നു അന്ന് PSC കറക്റ്റ് ആൻസർ എടുത്തത്, 24 km. അത് അന്ന് വേറെ 25 ഇല്ല. 25 അപ്പം നമുക്ക് 25 km/h കവിയാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ 24 ഉണ്ടായത് കൊണ്ട് ആയിരിക്കും PSC കറക്റ്റ് ആൻസർ 24 എടുത്തത്. സോ അങ്ങനെയും ആൻസർ വരാം. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കറക്റ്റ് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ 25 എന്ന് കണ്ടിട്ട് 25 ഇല്ലല്ലോ എന്ന് പറയാൻ നിൽക്കരുത്. കാരണം 24 എന്ന് പറഞ്ഞാൽ 25 കഴിയുന്നില്ലല്ലോ. അപ്പോൾ മാക്സിമം സ്പീഡ് അതിന് പറ്റുന്ന 25 km/h കവിയാൻ പാടുള്ളതല്ല എന്നുള്ള തന്നെയാണ് സെക്ഷൻ പറയുന്നത്. അപ്പോൾ മാക്സിമം അതിന്റെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 25 km/h ആണ് വരുന്നത്. അതേപോലെ നമ്മൾ ഇതിൽ പഠിക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പീഡിന്റെ ഒപ്പം തന്നെ ഒരു ഡിസ്റ്റൻസ് കേട്ടോ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോ ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനം, കെട്ടിവലിക്കുന്ന വാഹനം, കെട്ടിവലിക്കപ്പെടുന്ന വാഹനങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 മീറ്ററിൽ കവിയാൻ പാടുള്ളതല്ല. അതും നമ്മളുടെ സെക്ഷനിൽ വരുന്നതാണ്. മേ ബി അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വരിക, ടോയിങ് തന്നെ ആയിരിക്കും വരിക. പക്ഷേ ഈ സ്പീഡല്ല ചോദിക്കുക, ഡിസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസിലെ ടോയ് വെഹിക്കിളുമായി ബന്ധപ്പെട്ടുള്ള റൂൾ തന്നെ വരുന്നുണ്ട്. ആ റൂള് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ ട്രാഫിക് സൈൻ വിത്ത് ആൻ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ. നമ്മൾ നോർമലി ട്രാഫിക് സൈൻ ഇങ്ങനെ നമ്മൾ പറയാം. ഇതിന് നമ്മൾ കോഷണറി സൈൻസ് ആണ് നമ്മൾ സൂചിപ്പിക്കാറ് അല്ലേ. സോ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ, അതായത് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ
ഏതാണ് എന്നാണ് അല്ലേ? അപ്പെക്സ് പോയിന്റിങ് ഡൗൺവേർഡ്, അതായത് ഇതിൻ്റെ ഈ അപ്പെക്സ് എന്ന് പറയുന്നത് താഴത്തോട്ടായിരിക്കും ഉണ്ടാകുക. നമ്മൾ ഇങ്ങനെ വരുന്ന ഏതാണ്, ഹില്ലി ഏരിയ ആണോ, സ്റ്റോപ്പ് ആണോ, എൻട്രി റെസ്ട്രിക്റ്റ് ആണോ, ഗിവ് വേ ആണോ എന്നുള്ളതാണ് അല്ലേ. ഒരു ട്രാഫിക് സൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് വരുന്നത്? ഗിവ് വേ ആണ് വരുന്നത് അല്ലേ. ഗിവ് വേ ആണ് വരുന്നത്, അപ്പെക്സ് താഴത്തോട്ട്. നമ്മളെ കോഷണറി സൈൻ തിരിച്ചിട്ട ഒരു ഇതാണ് വരുന്നത് അല്ലേ. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ. സോ നമ്മൾ നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിലെ, ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് നടന്നിട്ടുള്ള ഫോർമാൻ എന്ന് പറഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ സ്പെഷ്യൽ ടോപ്പിക്സ്, നമ്മുടെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിലെ ഭാഗങ്ങളും ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുമാണ് ഇപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യനിലൂടെ കടന്നു പോയത്. ഇപ്പോൾ നമ്മുടെ AIMVയുടെ സെയിം സിലബസ് പ്രകാരമുള്ള എക്സാം ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊരു അടുത്തൊരു സെക്ഷനിലായിട്ട് ഡിസ്കസ് ചെയ്യും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇത് താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ? എ വെഹിക്കിൾ ക്യാൻ റിവേഴ്സ് ഇൻ വൺ വേ റോഡ്. എ വെഹിക്കിൾ ക്യാൻ റിവേഴ്സ് ഇൻ എ ടണൽ. എ വെഹിക്കിൾ ക്യാൻ റിവേഴ്സ് അറ്റ് എ ഷാർപ്പ് ബെൻഡ്. നൺ ഓഫ് ദി അബോവ്. ഒരു വാഹനം എന്ത് ചെയ്യാം? ഒരു വൺ വേ റോഡിലൂടെ റിവേഴ്സ് ചെയ്യാം അല്ലേ. ഒരു വാഹനം ടണലിലൂടെ റിവേഴ്സ് എടുക്കാം. ഒരു വാഹനം ഒരു ഷാർപ്പ് ബെൻഡിൽ റിവേഴ്സ് എടുക്കാം. ഇവയൊന്നുമല്ല. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്? നൺ ഓഫ് ദി അബോവ്. കാരണം ഒരിക്കലും ഒരു വാഹനം വൺ വേ റോഡിലൂടെ എന്ത് ചെയ്യാൻ പാടില്ല? റിവേഴ്സ് എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു വാഹനം ഒരിക്കലും ടണലിൽ റിവേഴ്സ് എടുക്കാൻ പാടില്ല. ടണലിൽ വാഹനം നിർത്താൻ പോലും പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി എമർജൻസി ഉണ്ടെങ്കിൽ നിർത്തണം. നമ്മളെ വാർണിംഗ് ട്രയാങ്കിൾ വെക്കേണ്ട ഒരു ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഷാർപ്പ് ബെൻഡിൽ ഒരിക്കലും വാഹനം നിർത്താൻ പാടില്ല. സോ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ് ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് മോട്ടോർ വെഹിക്കിൾ ആക്റ്റുമായി ബന്ധപ്പെട്ട, ആക്റ്റിൽ നിന്ന് പറയാൻ പറ്റില്ല, മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് വരുന്നത്. സോ ഡ്രൈവിംഗ് റെഗുലേഷൻസും അതേപോലെ തന്നെ ചാപ്റ്റർ 2 ലൈസൻസിംഗ് ഓഫ് ഡ്രൈവേഴ്സും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് സെക്ഷൻസും പീനൽ വകുപ്പുകളും പെനാൾട്ടികളും ഫൈനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ. നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിലോടായിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.